മാസപ്പടി കേസിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് ഇഡി. CMRL ജീവനക്കാർ ഇന്നും ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഫിനാൻസ് ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ, മുൻ കാഷ്യർ KM വാസുദേവൻ എന്നിവരാണ് ഹാജരായത്. വീണ വിജയനെ ഇഡി ഉടൻ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വിവരം ലഭിക്കുകയാണ്. അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇന്നും CMRL ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചിരിക്കുന്നു. ഇതുവരെ ഹാജരാകാതിരുന്ന ഉദ്യോഗസ്ഥരാണോ അതോ നേരത്തെ ഹാജരായവരെ വീണ്ടും വിളിപ്പിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അതിൽ വ്യക്തത വേണം. അതോടൊപ്പം തന്നെ വീണ വിജയനിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ എന്ത് സൂചനകളാണ് ഇഡിയിൽ നിന്ന് ലഭിക്കുന്നത്? സ്മൃതി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാജരായ അതേ CMRL ജീവനക്കാർ തന്നെയാണ് അവരെയാണ് ഇന്ന് വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ CMRLും അതോടൊപ്പം എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്ന ജീവനക്കാരാണ് ഇവർ. അതായത് ഫിനാൻസ് ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ, മുൻ കാഷ്യർ KM വാസുദേവൻ എന്നിവരാണ് ഇന്നും ഹാജരായത്. തുടർച്ചയായ മൂന്നാം ദിവസമാണ് CMRL ജീവനക്കാരെ ഇഡി ചോദ്യം ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇന്നലെ അപ്രതീക്ഷിത നീക്കം ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. 2 ദിവസം തുടർച്ചയായി നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന CMRL MD ശശിധരൻ കർത്തയെ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലെത്തി ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഏതാണ്ട് 10 മണിക്കൂറിലേറെയാണ് ചോദ്യം ചെയ്തത്. ആരോഗ്യ കാരണങ്ങളാൽ അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. ഡോക്ടർമാരെ അടക്കം അവിടെ എത്തിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അടക്കം പരിശോധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തിരിക്കുന്നത്. ചില രേഖകളും പിടിച്ചെടുത്തു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇഡി കണ്ടെത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക നാളെയായിരിക്കും. കാരണം നേരത്തെ തന്നെ ഈ CMRL MD ശശിധരൻ കർത്തിയും മറ്റ് 3 ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ ഹർജി നാളെ പരിഗണിക്കാൻ ഇരിക്കുകയാണ്. ഇതിൽ ഇവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് നാളെ ഇഡി മറുപടി നൽകണം. സ്വാഭാവികമായും അന്വേഷണം ഏത് ഘട്ടത്തിലെത്തി എന്ന കാര്യവും ഇഡി കോടതിയെ അറിയിക്കേണ്ടി വരും. ഈ സത്യവാങ്മൂലത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരിക. പക്ഷേ ഒരു കാര്യം, അതായത് ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത് CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ഈ കരാർ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളും വിവരങ്ങളും ഇഡി തേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ എക്സാലോജിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന കാര്യവും ഇഡി തേടുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ ഇന്നലെ നടന്ന പരിശോധനയിൽ വ്യക്തത വന്നിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഇന്നലെ ശേഖരിച്ച വിവരങ്ങളുടെയും രേഖകളുടെയും കൂടി അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കും ഈ മുൻ കാഷ്യറായ വാസുദേവനെയും അതോടൊപ്പം മറ്റൊരു ജീവനക്കാരനായ സുരേഷ് കുമാറിനെയും ഇന്ന് ചോദ്യം ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനിലേക്ക് അന്വേഷണം നീളുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 24 മണിക്കൂറിലധികം ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ഇന്നലെ അടക്കം ഈ തുടർച്ചയായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ തന്നെ പ്രധാനമായും ഇഡി ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ എക്സാലോജിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന കാര്യവുമാണ്. സ്വാഭാവികമായും ഈ കാര്യത്തിൽ കൃത്യമായ രേഖകളും മറ്റും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ നോട്ടീസ് നൽകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. പക്ഷേ അത് തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ വീണ വിജയൻ ഇഡി ഓഫീസിൽ ഹാജരാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ വിജയന് ഇഡി നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ് എന്നാണ് കിട്ടുന്ന വിവരം. സ്മൃതി. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇഡി വളരെ വേഗത്തിൽ നീങ്ങിയാണ്. അടുത്തതാര് എന്നുള്ള സൂചനകളും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു.